Good morning, students. കഴിഞ്ഞ ക്ലാസ്സിൽ ഭരണഘടനയുടെ ഡെഫിനിഷനും അതുപോലെ തന്നെ ഭരണഘടനയുടെ ധർമ്മങ്ങളും നമ്മൾ ഡിസ്കസ് ചെയ്തു. എല്ലാവരും വീഡിയോ കണ്ടിട്ടുണ്ടാവും എന്ന് കരുതുന്നു. സംശയങ്ങളുണ്ടെങ്കിൽ ഇനിയാണെങ്കിലും ചോദിക്കാൻ മടിക്കേണ്ടതില്ല. വാട്സപ്പിൽ ഗ്രൂപ്പിൽ ഇടുക, സംശയങ്ങൾ നിവാരണം ചെയ്യുന്നതാണ്. ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ആദ്യ ചാപ്റ്ററിലെ രണ്ടാമത്തെ ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യുന്നത്. ടോപ്പിക്ക് ഭരണഘടനയുമായി ബന്ധപ്പെട്ടത് തന്നെയാണ്. ദ അതോറിറ്റി ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ ഭരണഘടനയുടെ ആധികാരികത. എന്താ ഭരണഘടനയുടെ ആധികാരികത എന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യം മറ്റൊന്നുമില്ല, ഒരു ഭരണഘടന ഫലപ്രദമാണോ അല്ലെങ്കിൽ യൂസ്ഫുൾ ആണോ അല്ലയോ എന്നതാണ് ഈ ഒരു ടോപ്പിക്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നത്, ചർച്ച ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇത് ചർച്ച ചെയ്യുമ്പോൾ 3 കാര്യങ്ങളാണ് നമ്മൾ ഇതിൻ്റെ അകത്ത് ഡിസ്കസ് ചെയ്യുന്നത്. ഒരു ഭരണഘടനയുടെ ആധികാരികത നിശ്ചയിക്കുന്ന ഘടകങ്ങൾ ഏതെല്ലാം? 3 ഘടകങ്ങളാണ് ഒരു ഭരണഘടനയുടെ അതോറിറ്റി അല്ലെങ്കിൽ ആധികാരികത നിശ്ചയിക്കുന്നത്. അതായത് മൂന്ന് ഘടകങ്ങൾ അല്ലെങ്കിൽ 3 important factors that determines the authority of the constitution. അതായത് ഒരു ഭരണഘടനയുടെ ആധികാരികത നിശ്ചയിക്കുന്നതിന് 3 factors are important. 3 factors ആണ് ഒരു ഭരണഘടനയുടെ ആധികാരികത നിശ്ചയിക്കുന്നത്. ഓക്കെ ആണല്ലോ? നോക്കിക്കോളാം. അതിൻ്റെ അകത്ത് ഒന്നാമത്തെ ഘടകം അല്ലെങ്കിൽ the first factor that determines the authority of the constitution is the promulgation of the constitution. ഒന്നാമത്തെ ഘടകം എന്താണ്? promulgation of the constitution. അതായത് ഒരു ഭരണഘടനയുടെ ആധികാരികത നിശ്ചയിക്കുന്നതിൽ ഏറ്റവും പ്രധാന പങ്ക് വഹിക്കുന്നത് the promulgation of the constitution അല്ലെങ്കിൽ ഭരണഘടനയുടെ പ്രഖ്യാപന രീതി ആണ്. ഏതിന്റെ ആധികാരികത നിശ്ചയിക്കുന്നു? ഒരു ഭരണഘടനയുടെ ആധികാരികത നിശ്ചയിക്കുന്ന ഒന്നാമത്തെ ഘടകം. ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കത് കൃത്യമായി മനസ്സിലായിക്കൊള്ളുന്നു. നമുക്ക് ഉദാഹരണം സഹിതം നമുക്കത് വ്യക്തമാണ്. ഓക്കെ, അതായത് ആരാണ് ഭരണഘടനയ്ക്ക് രൂപം നൽകിയത് എന്നതിനെ ആശ്രയിച്ചാണ് ഏത് നിലനിൽക്കുന്നത്? ഒരു ഭരണഘടനയുടെ അതോറിറ്റി അല്ലെങ്കിൽ ആധികാരികത നിലനിൽക്കുന്നത്. നോക്കിക്കോള, ആരാണ് പ്രോമുൾഗേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഹു മെയ്ഡ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. ആരാണ് ഭരണഘടനയ്ക്ക് രൂപം നൽകിയത് എന്നതിനെ ആശ്രയിച്ചാണ് ഭരണഘടനയുടെ അതോറിറ്റി അല്ലെങ്കിൽ ആധികാരികത നിലനിൽക്കുന്നത്. ഉദാഹരണം നോക്കിക്കോള, സംടൈംസ് എ കോൺസ്റ്റിറ്റ്യൂഷൻ മേ ബി ഫോംഡ് ബൈ എ കിങ്. അതായത് ഒരു പക്ഷേ ചില രാജ്യങ്ങളിൽ ഭരണഘടനയ്ക്ക് ആരായിരിക്കും രൂപം നൽകിയിട്ടുണ്ടാകുക? രാജാവായിരിക്കും രൂപം നൽകിയിട്ടുണ്ടാകുക. In certain other countries it may be created by an autocratic leader. ഒന്നെങ്കിൽ എന്തായിരിക്കും? ഒരു സ്വേച്ഛാധിപതിയായ നേതാവോ അല്ലെങ്കിൽ രാജാവോ ആയിരിക്കും ഏതിന് രൂപം നൽകിയിട്ടുണ്ടാകുക? കോൺസ്റ്റിറ്റ്യൂഷന് രൂപം നൽകിയിട്ടുണ്ടാകുക. ഓക്കെ, ഇനി രാജാവോ സ്വേച്ഛാധിപതിയായ ലീഡറോ രൂപം നൽകുന്ന ഭരണഘടന ജനങ്ങളുടെ താല്പര്യം സംരക്ഷിക്കുന്നതായിരിക്കോ രാജാവിന്റെ അല്ലെങ്കിൽ നേതാവിന്റെ താല്പര്യം സംരക്ഷിക്കുന്നതായിരിക്കും? തീർച്ചയായിട്ടും നമുക്കറിയാം, രാജാവ് നിർമ്മിക്കുന്ന ഭരണഘടന ആരുടെ ഇൻട്രസ്റ്റ് ആയിരിക്കും പ്രൊട്ടക്ട് ചെയ്യുക? ഇറ്റ് പ്രൊട്ടക്ട്സ് ദ ഇൻട്രസ്റ്റ് ഓഫ് ദി കിങ്. ഇനി അതോറിറ്റേറ്റീവ് ഓട്ടോക്രാറ്റിക് ലീഡർ നിർമ്മിക്കുന്നതാണെങ്കിലോ ഇറ്റ് പ്രൊട്ടക്ട്സ് ദ ഇൻട്രസ്റ്റ് ഓഫ് ദി ലീഡർ. അതായത് ഒരു രാജാവ് നിർമ്മിക്കുന്ന അല്ലെങ്കിൽ സ്വേച്ഛാധിപതിയായ നേതാവ് നിർമ്മിക്കുന്ന ഭരണഘടന തീർച്ചയായും ആരുടെ താല്പര്യമാണ് സംരക്ഷിക്കുക? ഇവരുടെ രാജാവിന്റെ അല്ലെങ്കിൽ നേതാവിന്റെ താല്പര്യമായിരിക്കും സംരക്ഷിക്കുക. ആരുടെ താല്പര്യമല്ല? ജനങ്ങളുടെ താല്പര്യമല്ല. ഓക്കെ ആണല്ലോ? അതുകൊണ്ട് തന്നെ നോക്കിക്കൂടെ, ജനങ്ങളുടെ താല്പര്യം സംരക്ഷിക്കാത്തത് കൊണ്ട് തന്നെ ഇറ്റ് ഗെറ്റ്സ് ലെസ് സപ്പോർട്ട് ഫ്രം ദി പീപ്പിൾ. അതായത് ജനങ്ങളുടെ താല്പര്യം സംരക്ഷിക്കാത്ത ഭരണഘടനയ്ക്ക് എന്തായിരിക്കും? ജനങ്ങളിൽ നിന്ന് ലെസ് സപ്പോർട്ട് അല്ലെങ്കിൽ കുറഞ്ഞ സപ്പോർട്ട് മാത്രമായിരിക്കും ലഭിക്കുക. ഓക്കെ, ജനങ്ങളുടെ സപ്പോർട്ട് കുറവുള്ള ഒരു ഭരണഘടന എന്തായിരിക്കും? ലെസ് അതോറിറ്റേറ്റീവ് അല്ലെങ്കിൽ ആധികാരികത കുറവുള്ള ഒരു ഭരണഘടന
ആയിരിക്കുകയും ചെയ്യും. ഓക്കെ, ഇത് ക്ലിയർ ആണെന്ന് കരുതുന്നു. ഒന്നാമത് നമ്മൾ പറഞ്ഞു ഏതാണ്, ആരാണ് ഭരണഘടനയ്ക്ക് രൂപം നൽകുന്നത് എന്നതിനെ ആശ്രയിച്ചാണ് എന്ത് നിലനിൽക്കുന്നത്, ഭരണഘടനയുടെ ആധികാരികത നിലനിൽക്കുന്നത്. രാജാവോ അല്ലെങ്കിൽ സ്വേച്ഛാധിപതിയായ നേതാവോ രൂപീകരിക്കുന്ന ഭരണഘടന ജനങ്ങളുടെ താല്പര്യം സംരക്ഷിക്കില്ല. അതുകൊണ്ട് തന്നെ ജനങ്ങളുടെ സപ്പോർട്ട് ഏതിന് കുറവായിരിക്കും, ഭരണഘടനയ്ക്ക് കുറവായിരിക്കും. അതുകൊണ്ട് അതിന് എന്തും കുറവായിരിക്കും, അതോറിറ്റിയും കുറവായിരിക്കും. ഓക്കെ, ക്ലിയർ ആണല്ലോ. ഇനി അതിൻ്റെ അകത്ത് തന്നെ രണ്ടാമത്തെ ഒരു പോയിന്റ് നോക്കിക്കുക. ആ പോയിന്റ് നമ്മളുടെ ഇന്ത്യയുടെ ഉദാഹരണം വെച്ചിട്ടാണ് നമ്മൾ പറയുന്നത്. നോക്കിയോളൂ, ഒരു കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി അല്ലെങ്കിൽ ഒരു ഭരണഘടന നിർമ്മാണ സമിതിയാണ് ഏതിന് രൂപം നൽകിയത്, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന് രൂപം നൽകിയത്. That means the Indian Constitution is formulated by the Constituent Assembly of India. അതായത് ഇന്ത്യയുടെ ഭരണഘടന നിർമ്മാണ സമിതിയാണ് ഏതിന് രൂപം നൽകിയത്, ഇന്ത്യൻ ഭരണഘടനയ്ക്ക് രൂപം നൽകി. ഇനി ഈ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിനെ എടുക്കാം. The Constituent Assembly is consisted of the important leaders of the freedom movement. അതായത് സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിലെ പ്രധാനപ്പെട്ട നേതാക്കളാണ് ഏതിൻ്റെ അകത്ത് ഉണ്ടായിരുന്നത്, കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയിൽ ഉണ്ടായിരുന്നത്. അതായത് ഈ ലീഡേഴ്സ് ആരുടെ പ്രതിനിധികളായിരുന്നു, they were the representatives of the people. ജനങ്ങളുടെ പ്രതിനിധികൾ എന്ന നിലയ്ക്ക് സ്വാതന്ത്ര്യ സമരത്തിലെ പ്രധാനപ്പെട്ട നേതാക്കൾ അടങ്ങുന്ന കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയാണ് ഏതിന് രൂപം നൽകിയത്, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന് രൂപം നൽകി. ഓക്കെ ആണല്ലോ. അപ്പൊ നോക്കിക്കോളെ, ജനങ്ങളുടെ പ്രതിനിധികൾ രൂപം നൽകിയ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന് ജനങ്ങളുടെ സപ്പോർട്ട് എന്തായിരിക്കും, മോർ സപ്പോർട്ട് വിൽ ബി ഗിവൺ. അതായത് the Indian Constitution will have more support from the people because they are, or it is formed by the Constituent Assembly consisting of the leaders of the freedom struggle. ഓർത്തിരിക്കേണ്ട രണ്ട് കാര്യമാണ്, ജനങ്ങൾക്ക് അല്ലെങ്കിൽ ജനപിന്തുണയുള്ള നേതാക്കൾ നിർമ്മിക്കുന്ന ഭരണഘടനയ്ക്ക് എന്ത് കൂടുതലായിരിക്കും, ആധികാരികത കൂടുതലായിരിക്കും. ജനപിന്തുണയില്ലാത്ത നേതാക്കളോ രാജാവോ നിർമ്മിക്കുന്ന ഭരണഘടനയ്ക്ക് ആധികാരികത കുറവായിരിക്കും. ക്ലിയർ ആണല്ലോ. രണ്ട് കാര്യം മാത്രം അതിൻ്റെ അകത്ത് ഓർത്തിരിക്കുക. ഒന്ന്, ജനപിന്തുണയുള്ള നേതാക്കൾ നിർമ്മിക്കുന്ന അല്ലെങ്കിൽ പ്രതിനിധി സഭ അല്ലെങ്കിൽ സ്ഥാപനം നിർമ്മിക്കുന്ന ഭരണഘടനയ്ക്ക് ആധികാരികത കൂടുതലും, ജനപിന്തുണയില്ലാത്ത നേതാവോ അല്ലെങ്കിൽ രാജാവോ നിർമ്മിക്കുന്ന ഭരണഘടനയ്ക്ക് ആധികാരികത കുറവും ആയിരിക്കും. ഓക്കെ ആണല്ലോ. ദെൻ അതിൻ്റെ രണ്ടാമത്തെ ഫാക്ടറിലേക്കാണ് നമ്മൾ പോകുന്നത്. ഒന്നാമത്തത് പ്രൊമൾഗേഷൻ പറഞ്ഞു. ദെൻ രണ്ടാമത്തെ നോക്കിയോളൂ. രണ്ടാമത്തെ സെക്കൻഡ് ഫാക്ടർ ദാറ്റ് ഡിറ്റർമിൻസ് ദി അതോറിറ്റി ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഈസ് ദ പ്രൊവിഷൻസ് ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ. ഭരണഘടന വകുപ്പുകൾ. അതായത് ഭരണഘടനയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്ന വകുപ്പുകൾ അല്ലെങ്കിൽ കാര്യങ്ങളെ അടിസ്ഥാനമാക്കിയിട്ടാണ് ഏതിന്റെ അതോറിറ്റി നിശ്ചയിക്കപ്പെടുന്നത്, ഭരണഘടനയുടെ അതോറിറ്റി അല്ലെങ്കിൽ ആധികാരികത നിശ്ചയിക്കുന്നത്. ഭരണഘടനാ വകുപ്പുകളുടെ ഇതെന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് വളരെ കൺഫ്യൂഷൻ തോന്നും. ഉദാഹരണം തന്നെ നമുക്ക് പറയാം. നോക്കിയോളാം. If the provisions of the constitution protects the right to equality, അതായത് എല്ലാ ജനങ്ങളെയും തുല്യരായി പരിഗണിക്കുന്നു എങ്കിൽ, അതായത് ഒരു ഭരണഘടന ഒരു രാജ്യത്തെ എല്ലാ പൗരന്മാരെയും ഈക്വലായി പരിഗണിക്കുന്നു എങ്കിൽ, അതേപോലെ തന്നെ if the constitutional provision provides freedoms to all citizens, അതായത് ഒരു രാഷ്ട്രത്തിലെ എല്ലാ പൗരന്മാർക്കും സ്വാതന്ത്ര്യവും സമത്വവും ഉറപ്പു നൽകുന്ന ഒരു ഭരണഘടനയ്ക്ക് എന്ത് കൂടുതലായിരിക്കും, സപ്പോർട്ട് ഫ്രം ദ പീപ്പിൾ വിൽ ബി മോർ. സപ്പോർട്ട് ഓഫ് ദ പീപ്പിൾ വിൽ ബി മോർ. അതായത് സമത്വം ഉറപ്പു നൽകുന്ന, അതുപോലെ തന്നെ സ്വാതന്ത്ര്യം ഉറപ്പു നൽകുന്ന ഭരണഘടന എന്ത് ലഭിക്കും, ഭരണഘടനയ്ക്ക് ജനങ്ങളുടെ കൂടുതൽ പിന്തുണ ലഭിക്കുകയും ജനങ്ങളുടെ കൂടുതൽ പിന്തുണയുള്ള
ഭരണഘടനയ്ക്ക് എന്തായിരിക്കും? വിൽ ബി മോർ അതോറിറ്റേറ്റീവ്, കൂടുതൽ ആധികാരികം ആയിരിക്കുകയും ചെയ്യും. ഓക്കെ, അപ്പൊ രണ്ട് കാര്യമാണ് നമ്മൾ പറഞ്ഞത്. ഒന്ന് സമത്വവും സ്വാതന്ത്ര്യവും അതുപോലെ തന്നെ സാമൂഹ്യ നീതിയും ഒക്കെ ഉറപ്പു നൽകുന്ന ഒരു ഭരണഘടനയ്ക്ക് ജനങ്ങളുടെ പിന്തുണ കൂടുതൽ ഉണ്ടാവുകയും ആ ജനങ്ങളുടെ പിന്തുണ കൂടുന്നതിനനുസരിച്ച് അതിന്റെ ആധികാരികത വർദ്ധിക്കുകയും ചെയ്യും. ഓക്കെ ആണല്ലോ. ദെൻ അതിൻ്റെ അകത്ത് തന്നെ രണ്ടാമത്തെ ഒരു കാര്യം, ഇത് ഒന്നാമത്തെ കാര്യമാണ് നമ്മൾ പറഞ്ഞത്, അതിൻ്റെ അകത്ത് തന്നെ രണ്ടാമത്തെ കാര്യം നോക്കുക. ഇഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ causes for discrimination among the people or it creates discrimination, അതായത് ഭരണഘടനാ വകുപ്പുകൾ ജനങ്ങൾക്കിടയിൽ വിവേചനം സൃഷ്ടിക്കുന്നു എങ്കിൽ, അതായത് ഒരു രാഷ്ട്രത്തിലെ വിവിധ വിഭാഗത്തിൽപ്പെടുന്ന ജനങ്ങൾക്കിടയിൽ ഡിസ്ക്രിമിനേഷൻ അല്ലെങ്കിൽ വിവേചനം സൃഷ്ടിക്കുന്നു എങ്കിൽ, or the provisions of the constitution provides special privileges to certain sections, ചില പ്രത്യേക വിഭാഗങ്ങൾക്ക് ചില പ്രത്യേക ആനുകൂല്യങ്ങൾ ഭരണഘടനാ വകുപ്പുകൾ അനുവദിക്കുന്നു എങ്കിൽ, അല്ലെങ്കിൽ ജനങ്ങൾക്കിടയിൽ വിവേചനം സൃഷ്ടിക്കുന്നു എങ്കിൽ, അത്തരം ഭരണഘടനാ വകുപ്പുകൾക്ക് എന്തായിരിക്കും? There will be less support from the people for such constitution. അത്തരം ഭരണഘടനകൾക്ക് എന്തായിരിക്കും? ജനങ്ങളുടെ സപ്പോർട്ട് കുറവായിരിക്കും. ജനങ്ങളുടെ സപ്പോർട്ട് കുറയുന്നതിനനുസരിച്ച് ഭരണഘടനയുടെ ആധികാരികത എന്താവുകയും ചെയ്യും? കുറഞ്ഞ് വരികയും ചെയ്യും. ആധികാരികത കുറവായിരിക്കും. ഓക്കെ, അതായത് രണ്ട് കാര്യം നമ്മൾ പറഞ്ഞു. സമത്വവും സ്വാതന്ത്ര്യവും ഉറപ്പുവരുത്തുന്നുവെങ്കിൽ ജനങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവും, കൂടുതൽ ആധികാരികമായിരിക്കും. ദെൻ വിവേചനത്തിനോ അല്ലെങ്കിൽ പ്രത്യേക ആനുകൂല്യങ്ങളോ നൽകുന്നു എങ്കിൽ അത് ജനങ്ങളുടെ സപ്പോർട്ട് കുറയ്ക്കുന്നു, അതോടെ ആധികാരികത കുറയുകയും ചെയ്യും. ഓക്കെ ആണല്ലോ. രണ്ടെണ്ണം പറഞ്ഞു. ദെൻ മൂന്നാമത്തതാണ് നമ്മൾ പറയാൻ പോകുന്നത്. തേർഡ് ഫാക്ടർ ദാറ്റ് ഇൻഫ്ലുവൻസ് the authority of the constitution is institutional design. സ്ഥാപനപരമായ രൂപരേഖ. ഓക്കെ, നോക്കിയുള്ള സ്ഥാപനപരമായ രൂപരേഖ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലായിക്കൊള്ളുന്നില്ല. നമുക്ക് മനസ്സിലാവുന്ന രൂപത്തിൽ നമുക്ക് ഒന്നുകൂടി അത് പറയാം. നോക്കിയുള്ള നിങ്ങൾ ടെലിവിഷൻ ചർച്ചകളിലൊക്കെ പങ്കെടുക്കുന്ന സമയത്ത് ഫെഡറൽ സംവിധാനം എന്താണ് നിഷേധിക്കപ്പെടുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് കാണാം. നോക്കിക്കോള ഇഫ് ഇറ്റ് ഈസ് എ ഫെഡറൽ സ്റ്റേറ്റ്, അതായത് ഒരു രാഷ്ട്രത്തിന്റെ ഒരു ഫെഡറൽ രാഷ്ട്രമാണെന്ന് വിചാരിക്കുക. ഈ ഫെഡറൽ രാഷ്ട്രത്തിന്റെ അകത്ത് ഒരു കേന്ദ്ര ഗവൺമെന്റും ഉണ്ടാവും, നിരവധി സ്റ്റേറ്റ് ഗവൺമെന്റുകളും ഉണ്ടാവും. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞത് എന്താണ്? ഒരു ഫെഡറൽ സംവിധാനമാണെങ്കിൽ അതിൻ്റെ അകത്ത് കേന്ദ്ര ഗവൺമെന്റ് ഉണ്ടാവും, അതുപോലെ തന്നെ സംസ്ഥാന ഗവൺമെന്റുകൾ ഉണ്ടാവും. ഈ ഒരു സംവിധാനത്തിൽ കേന്ദ്ര ഗവൺമെന്റിനും അധികാരങ്ങളുണ്ട്, സംസ്ഥാന ഗവൺമെന്റുകൾക്കും അധികാരങ്ങളുണ്ട്. അപ്പൊ നോക്കിക്കൂടാ, ഒരു നല്ല ഭരണഘടന ആണെങ്കിൽ കേന്ദ്ര സർക്കാരിന്റെ അധികാരങ്ങളും അതുപോലെ തന്നെ സംസ്ഥാന ഗവൺമെന്റിന്റെ അധികാരങ്ങളും ഭരണഘടനയിൽ കൃത്യമായി നിർവചിച്ചിട്ടുണ്ട്. ഓക്കെ, നോക്കിയുള്ള ഒരു ഫെഡറൽ സംവിധാനത്തിൽ കേന്ദ്ര ഗവൺമെന്റിന്റെയും സംസ്ഥാന ഗവൺമെന്റിന്റെയും അധികാരങ്ങൾ എന്ത് ചെയ്യപ്പെടണം? കൃത്യമായി എവിടെ എഴുതി വെച്ചിരിക്കണം, അല്ലെങ്കിൽ കൃത്യമായി എവിടെ നിർവചിച്ചിരിക്കണം? ഭരണഘടനയിൽ നിർവചിച്ചിരിക്കണം. അങ്ങനെ നിർവചിച്ചു കഴിഞ്ഞാൽ കേന്ദ്രവും സംസ്ഥാനങ്ങളും തമ്മിൽ എന്തുണ്ടാവില്ല? തർക്കങ്ങളോ പ്രശ്നങ്ങളോ ഉണ്ടാവില്ല. അത്തരം ഒരു ഭരണഘടന എന്തായിരിക്കും? ഇറ്റ് വിൽ ബി മോർ അതോറിറ്റേറ്റീവ്. അതായത് ഒരു ഫെഡറൽ സംവിധാനത്തിൽ കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകൾ തമ്മിലുള്ള അധികാരം കൃത്യമായി നിർവചിച്ചിട്ടുള്ള ഒരു ഭരണഘടനയ്ക്കകത്ത് തർക്കങ്ങൾ കുറവായിരിക്കും. അത്തരം ഭരണഘടനയ്ക്ക് എന്തുണ്ടാവും? കൂടുതൽ ആധികാരികത. ഒന്ന്. രണ്ടാമത്തെ നോക്കുക, ഗവൺമെന്റ് ഉണ്ടാവും. അതായത് ഗവൺമെന്റ് എവിടെയൊക്കെ ഉണ്ട്? കേന്ദ്രത്തിലുണ്ട്, സംസ്ഥാനങ്ങളിലുണ്ട്. ഈ കേന്ദ്രത്തിലും സംസ്ഥാനങ്ങളിലുമുള്ള ഗവൺമെന്റിന് 3 വിഭാഗം ഉണ്ട്. ഒന്ന് ലെജിസ്ലേച്ചർ, രണ്ടാമത്തത് എക്സിക്യൂട്ടീവ്.
എക്സിക്യൂട്ടീവ്, മൂന്നാമത്തത് ജുഡീഷ്യറി, അതായത് നിയമനിർമ്മാണ സഭ, കാര്യനിർവഹണ വിഭാഗം, അതുപോലെ തന്നെ നീതിന്യായ വിഭാഗം. ഈ മൂന്നെണ്ണത്തിൽ, അതായത് ഈ മൂന്ന് വിഭാഗത്തിന്റെയും അധികാരങ്ങൾ എന്തായിരിക്കും? ഏതെങ്കിലും ഒരു വ്യക്തിയിൽ കേന്ദ്രീകരിക്കപ്പെടരുത്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്ഥാപനത്തിൽ കേന്ദ്രീകരിക്കപ്പെടരുത്. അങ്ങനെ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? നോക്കിയുള്ള രാജാവിനെ എടുക്കുക. പഴയ കാലത്തെ രാജാവിനെ നിയമം നിർമ്മിക്കുന്ന ആരാ? രാജവാഴ്ചയിൽ നിയമം നിർമ്മിക്കുന്നത് രാജാവ് എന്ത് പറയുന്നു അതാണ് നിയമം. ഇനി നിയമം നടപ്പിലാക്കുന്ന ആരാ? രാജാവ് തന്നെയാണ്. രാജാവ് നടപ്പിലാക്കുന്ന നിയമം. ഇനി നിയമം വ്യാഖ്യാനിച്ച് ശിക്ഷ നൽകുന്നത് ആരാ? രാജാവ് തന്നെ. അപ്പൊ ഈ മൂന്ന് അധികാരവും, നിയമനിർമ്മാണാധികാരവും കാര്യനിർവഹണാധികാരവും നീതിന്യായ അധികാരവും ഒരാളിൽ കേന്ദ്രീകരിക്കപ്പെടുന്നു. അപ്പൊ അങ്ങനെയുള്ള ഒരു ഭരണഘടന ആണെങ്കിൽ എന്തായിരിക്കും? ജനങ്ങൾക്ക് സ്വാതന്ത്ര്യം ഉണ്ടാവും. ജനങ്ങൾക്ക് യാതൊരുവിധ സ്വാതന്ത്ര്യവും ഉണ്ടാവില്ല. ജനങ്ങൾക്ക് സ്വാതന്ത്ര്യമില്ലെങ്കിൽ ജനങ്ങൾ അതിനെ സപ്പോർട്ട് ചെയ്യുക ഇല്ല. അപ്പൊ സപ്പോർട്ട് ഇല്ലെങ്കിൽ എന്താവും? ഭരണഘടനയുടെ ആധികാരികത താനെ കുറയും. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾ പറഞ്ഞത് എന്താണ്? ഒരു ഭരണഘടനയുടെ ആധികാരികത ഉറപ്പുവരുത്താൻ നിയമനിർമ്മാണാധികാരവും കാര്യനിർവഹണാധികാരവും അതുപോലെ തന്നെ നീതിന്യായ അധികാരവും വ്യത്യസ്ത വ്യക്തികളിലോ സ്ഥാപനങ്ങളിലോ ആയിരിക്കണം. അത് ആ അധികാരം എവിടെ കൃത്യമായി എഴുതി വെച്ചിരിക്കണം? ഭരണഘടനയിൽ കൃത്യമായി എഴുതി വെച്ചിരിക്കണം. അത്തരം ഭരണഘടനയിൽ എഴുതി വെച്ചിട്ടുള്ളത് കഴിഞ്ഞാൽ ഇവർ തമ്മിൽ എന്തുണ്ടാവില്ല? അതായത് നിയമനിർമ്മാണ സഭയും കാര്യനിർവഹണ വിഭാഗവും നീതിന്യായ വിഭാഗവും തമ്മിൽ പരസ്പരം തർക്കങ്ങളോ കലഹങ്ങളോ ഉണ്ടാവില്ല. അത്തരം തർക്കങ്ങളും കലഹങ്ങളും ഇല്ലാതിരിക്കുമ്പോൾ തന്നെ ജനങ്ങളുടെ സ്വാതന്ത്ര്യം സംരക്ഷിക്കപ്പെടുകയും ആരുടെ ആധികാരികത അല്ലെങ്കിൽ ആരുടെ സപ്പോർട്ട് കിട്ടുകയും ചെയ്യും? ജനങ്ങളുടെ സപ്പോർട്ട് കിട്ടും. ജനങ്ങളുടെ സപ്പോർട്ട് കിട്ടുമ്പോൾ എന്ത് വർദ്ധിക്കും? ഭരണഘടനയുടെ ആധികാരികത വർദ്ധിക്കും. ഓക്കെ ആണല്ലോ? അപ്പൊ നോക്കിയുള്ള ഈ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഡിസൈൻ കൃത്യമാണെങ്കിൽ എന്തായിരിക്കും? ഭരണഘടനയുടെ ആധികാരികത കൂടുതലായിരിക്കും. കാരണം ജനങ്ങളുടെ സപ്പോർട്ട് കൂടുതലായിരിക്കും. ഓക്കെ, അപ്പൊ നോക്കിക്കൂട മൂന്ന് കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. ഒരു ഭരണഘടനയുടെ ആധികാരികത നിശ്ചയിക്കുന്നത് ഒന്ന് പ്രഖ്യാപന രീതിയാണ്, രണ്ടാമത്തത് ഭരണഘടനാ വകുപ്പുകളാണ്, മൂന്നാമത്തത് സ്ഥാപനപരമായ രൂപരേഖ ആണ്. ഇത് മൂന്നും നമ്മൾ എന്ത് ചെയ്തു? വിശദീകരിച്ചു. കാര്യങ്ങൾ വ്യക്തമായി എന്ന് കരുതുന്നു. ഓക്കെ, ലെറ്റ്സ് സൈൻ ഓഫ്. താങ്ക് യു.